ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ ഈ ഐറ്റം ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇത് നോമ്പിനാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. സംഭവം എന്തെന്ന് വെച്ചാൽ ലാസ്റ്റിലത്തെ നോമ്പൊക്കെ ആയപ്പോൾ മിസ്രിയാൾക്ക് ദിവസം നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ അവൾക്ക് വയ്യാത്തതുകൊണ്ട് കുറച്ച് പിടിച്ചില്ല. അപ്പോൾ ഞാൻ ഡെയിലി ഈ നോമ്പ് തുറയ്ക്ക് സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമൂസയും എണ്ണയിൽ പൊരിച്ചതൊക്കെ കഴിച്ച് മടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് സമൂസ വേണ്ട, നമുക്ക് എണ്ണയിൽ പൊരിക്കാത്ത വേറെ വല്ലതും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇലയപ്പം ഉണ്ടാക്കിത്തരാം. പറഞ്ഞു ഇലയപ്പം എനിക്ക് വേണ്ട, എനിക്ക് ഹോട്ടായിട്ടുള്ളത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്മുടെ മൊമോസിനെ പിടികിട്ടിയത്. അപ്പോൾ വിചാരിച്ചു മൊമോസ് തന്നെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ അതിൽ പറഞ്ഞ റെസിപ്പിയിൽ പറഞ്ഞ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. മൈദാമാവില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഗോതമ്പ് മാവിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗോതമ്പ് മാവ് ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫില്ലിങ്സ് ആയിട്ടുണ്ടായിരുന്നത് ക്യാരറ്റും സവാളയും പച്ചമുളകും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ സോയാ സോസ് ഓപ്ഷണലാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അപ്പുറത്ത് ചോദിച്ചപ്പോൾ സോയാ സോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി അതെടുത്തുകൊണ്ട് വന്ന് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് 2 മുട്ടയും കൂടെ പുഴുങ്ങി ഇതിൽ കൂടെ അരിഞ്ഞിടാമെന്ന് വിചാരിച്ച് ഞാൻ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കി പലഹാരമൊന്നും ഉണ്ടാക്കണ്ട, ചോറ് കഴിക്കാമെന്നുള്ള വിചാരത്തിൽ ഞാൻ അരിയും കൂടെ അടുപ്പിലിട്ടു. നോമ്പായ പിന്നെ കാപ്പിയാണെന്നും, ചോറ് അങ്ങനെ വല്ലപ്പോഴോ ഒന്ന് കൊതി തോന്നുന്നെങ്കിൽ മാത്രം ചോറ് വയ്ക്കും. പിന്നെ അരി ആട്ടാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രമേ ചോറുണ്ടാക്കുള്ളായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട അരിഞ്ഞുകൊണ്ട് ഒരു മുട്ട അരിഞ്ഞ് തീർന്ന് പകുതി ആയപ്പോഴാണ് നമ്മൾ ഹാഫിസ് വന്നത്. അവനിക്ക് വന്നപ്പോൾ അവനിക്ക് വലിയ മുട്ട വേണം. ഞാൻ പറഞ്ഞു, എടാ അതാ ഇന്നാ നീ ചെറിയ മുട്ട എടുത്തോ, എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം. അങ്ങനെ ഞാൻ പിന്നെ മുട്ട കൊടുക്കാനും അവ അത് വാങ്ങിച്ചോട്ട് പോയി. നോക്കട്ടെ, എനിക്ക് തിന്ന് കാണിച്ചാണീ നോക്കട്ടെ. ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് ചിരിച്ച് കാണിച്ചാൽ ആരെങ്കിലും അവൻ ചോദിക്കുന്ന സാധനം കൊടുക്കാതിരിക്കും. അങ്ങനെ അവൻ മുട്ട കഴിച്ചു. ഞാൻ അങ്ങനെ ഒരു മുട്ട കുറച്ച് അരിഞ്ഞെടുത്ത്, ഒരു മുട്ട ഫുൾ അരിഞ്ഞെടുത്ത് നമ്മുടെ ഫില്ലിങ്സിൽ കൂടെ ഇട്ടു. അപ്പോൾ ചപ്പാത്തി പരത്താനായിട്ട് എടുത്തപ്പോഴാണ് അപ്പം മുട്ടയുടെ വെള്ളം മാത്രം തിന്നിട്ട് മഞ്ഞക്കൊരു തിരിച്ചു കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ പിന്നെ അതും കൂടെ വന്നിട്ട് മിക്സ് ചെയ്തു. പിന്നെ ആൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, എന്നെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് ക്യാരറ്റൊക്കെ ഞാൻ മുറിച്ച് കൊടുത്തു. അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അപ്പം നമ്മുടെ ഫില്ലിങ്സ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് മാവ് എടുത്ത് ചപ്പാത്തിയുടെ പരുവത്തിന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തി എടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ടിന്ന് വെച്ച് മുറിച്ചെടുക്കാം. പക്ഷേ ഞാൻ പരത്തിയപ്പോൾ ചെറുതായിപ്പോയി. അപ്പോൾ എനിക്ക് ഒരെണ്ണത്തിനേ കിട്ടിയുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പരത്തുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് കുഴച്ച് പരത്തിയെടുക്കാം. പിന്നെ ഇതുപോലെ മൊമോസിൻ്റെ ഷേപ്പിൽ ഒന്നും ഇടഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും ഷേപ്പ് കറക്റ്റായിട്ടല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയം നമ്മുടെ ആഫീസ് ഇവിടെ ഒളിച്ച് നിന്നെ കളിക്കാൻ വിളിക്കുവാണ്. കട്ടൻ ചായ മിസ്രിക്ക് നോമ്പായോണ്ട് മിസ്രി അപ്പോൾ അവനിക്ക് കട്ടൻ ചായ വേണം ഉടനെ. അവൻ കോഫിയാണ് ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പം എൻ്റെ അടുത്ത് കോഫി ഇന്ന് ചായ വന്നില്ലടാ, പാല് വന്നില്ലടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കട്ടൻ ചായ മതിയെന്ന്. അങ്ങനെ അവനിക്ക് കട്ടൻ ചായ ഇട്ടുകൊണ്ട് ചെന്നപ്പോൾ അവ അവിടെ ഒളിച്ചിരിക്കും. പിന്നെ ഞാൻ വന്നു നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് എണ്ണയൊക്കെ തൂത്തിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടോ നമ്മുടെ മൊമോസ് എല്ലാം അതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുത്തു. ഇതൊന്ന് ഇനി ആവിയിൽ വേവിച്ചെടുക്കണം. ഫില്ലിങ്സിന് വേവില്ലെങ്കിൽ നമ്മൾ മാവൊന്ന് വെന്ത് കിട്ടണ സമയം മതി, ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ആ കട്ടൻ ചായ അവൻ എടുത്ത് കുടിക്കുകയാണ്. ഇവൻ്റെ ഉമ്മ ഇവനിവിടെ ആക്കിയിട്ട് കണ്ണങ്കോട്ട് വരെ പോയേക്കുന്നു സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അവനും താത്തിയും കൂടെ കണ്ണങ്കോട്ട് വരെ പോയേക്കുന്നു. അതാണ് അവൻ ഇവിടെ വന്നത്. സാധാരണ ഞാൻ വൈകുന്നേരം അവനെ കൊണ്ടുവരാറില്ല, എനിക്ക് ജോലി ആയത് കാരണം ഞാൻ കൊണ്ടുവരാറില്ലായിരുന്നു. ഇപ്പം കുറച്ച് നോമ്പായതുകൊണ്ട്. അല്ല, ഈ നോമ്പല്ലാത്ത ടൈമിലൊക്കെ അവൻ്റെ കൂടെ വരും. വൈകുന്നേരം ഞാൻ കോഴിക്ക് തീറ്റിയിട്ട് കൊടുക്കാൻ പോകുമ്പോൾ അവൻ്റെ കൂടെ വരും. ഫുൾ ടൈം അപ്പോൾ അവ അടുക്കളയിൽ തന്നെ ആയിരുന്നു. അയ്യോ വിളിക്കല്ലേ ഇരിക്കാൻ. അങ്ങനെ നമ്മുടെ മൊമോസ് എല്ലാം ഇവിടെ വെന്ത് ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ തക്കാളി ഇട്ട് തക്കാളി, വെളുത്തുള്ളി, പിന്നെ വിനാഗിരി അതൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ മുന്തിരി ജ്യൂസാണ് ഇന്ന് അടിക്കാൻ പോകണം. അങ്ങനെ മുന്തിരി ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സോസ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടുണ്ട്. നമ്മളെ മൊമോസും ചട്നിയും കൂടി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോഴേ ടേസ്റ്റ് നോക്കാക്കൂല, ബാങ്കൊക്കെ വിളിച്ച് നോമ്പൊക്കെ തുറന്ന ശേഷമേ ഇത് ടേസ്റ്റ് നോക്കാൻ ഒക്കൂ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം നമ്മൾ ഉടനെ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അഭിപ്രായം കേൾക്കാൻ വെയിറ്റ് ചെയ്ത് തന്നിരിക്കണം. പിന്നെ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടുമില്ല, അപ്പോൾ ടേസ്റ്റൊക്കെ എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നമ്മളിത് കഴിക്കാനായിട്ട് പോവുകയാണ്. പറയുന്ന കുട്ടി ഞാൻ തിന്നെ
ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ച്, പക്ഷേ ഫ്ലോപ്പ് ആയില്ല. ശകലം ഉപ്പിൻ്റെ പ്രോബ്ലം ഉണ്ട്. കൊള്ളാം. അപ്പോൾ സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ മോമോസ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.